ഒരാൾ 15 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ 3 മിനിറ്റ് കൊണ്ട് ഒരു പാലം കടക്കുന്നു. പാലത്തിന്റെ നീളം കാണുക. നമുക്ക് വേഗത തന്നിട്ടുണ്ട് 15 കിലോമീറ്റർ പ്രതി മണിക്കൂർ, സമയം തന്നിട്ടുണ്ട് 3 മിനിറ്റ്. പാലം കടക്കുകയാണ്. പാലത്തിന്റെ നീളം പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരമാണ്. പാലത്തിന്റെ നീളം പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം കാണണം. ദൂരം കാണാൻ എന്താ ചെയ്യുക? വേഗതയും സമയവും തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യുക. വേഗതയും സമയവും അറിയാൻ ഗുണിക്കുക. പക്ഷെ ഇത് നേരിട്ട് ഗുണിക്കാൻ പറ്റില്ല, കാരണം യൂണിറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ മണിക്കൂറാണ്, ഇത് മിനിറ്റാണ്. അപ്പം നമുക്ക് ഈ മിനിറ്റിനെ മണിക്കൂറാക്കണം. അതായത് സമയം എത്രയാണ്? 3 മിനിറ്റാണ് സമയം. നമുക്കിതിനെ മണിക്കൂറാക്കണം. മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക? 60 കൊണ്ട് ഹരിച്ചാൽ മതി. 3/60 ഹരിക്കുമ്പോൾ 8 ചുരുക്കുമ്പോൾ 1 3 3 20 3 60 1/20. ഇപ്പം മണിക്കൂറായി. അപ്പോൾ മിനിറ്റിനെ മണിക്കൂറാക്കാൻ നമ്മൾ 60 കൊണ്ട് ഹരിച്ചു. ഇപ്പോൾ നമുക്ക് വേഗത 15 കിലോമീറ്റർ പ്രതി മണിക്കൂർ, സമയം 1/20 മണിക്കൂർ. അപ്പോൾ യൂണിറ്റ് ഒരുപോലെ. ഇനി ഗുണിക്കുക. പാലത്തിന് നീളം എന്ന് പറഞ്ഞാൽ ദൂരം കാണാൻ സൂത്രവാക്യം എന്താ? വേഗത ഇൻറ്റു സമയം. വേഗത എത്രയാണ്? 15 കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇൻറ്റു സമയം എത്രയാണ്? 1/20 മണിക്കൂറാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ 5 കൊണ്ട് പിടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 3 5 15 4 5 20 3 × 1 3/4. ഇതെന്താണ്? പാലത്തിൻ്റെ നീളം അല്ലെങ്കിൽ സഞ്ചരിച്ച ദൂരം. എന്താ യൂണിറ്റ് ഇടുക? കിലോമീറ്റർ എന്നിടണം. കാരണം വേഗത 15 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലാണ്. അപ്പോൾ കിലോമീറ്റർ അവിടെ യൂണിറ്റ്. അപ്പോൾ പാലത്തിൻ്റെ നീളം 3/4 കിലോമീറ്റർ. 1 കിലോമീറ്റർ എത്രയാണ്? 1000 മീറ്ററാണ്. അപ്പോൾ 3/4 കിലോമീറ്ററോ 750 മീറ്ററാണ് പാലത്തിൻ്റെ നീളം.